ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് അനിൽ അക്കരയുടെ ഒരു ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഈസിയാണ്. കമ്പനിക്ക് സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദൈവസ്പർശമുള്ള മണി ചെയിൻ കമ്പനികൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് ഫ്രീസിങ് ഒന്നും ബാധകമല്ല താനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: 1,80,00,000 ആൾക്കാരുണ്ടെങ്കിൽ അവരെടുക്കുന്ന 10 രൂപ പിരിച്ചിട്ടുണ്ടെങ്കിൽ 10,80,00,000 അല്ലെങ്കിൽ 18 കോടി പണം ഇവരുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. നമുക്കറിയാം 10 രൂപയല്ല ഇവർ പിരിച്ചിരുന്നത്. ഇവരുടെ ഏറ്റവും ചെറിയ തുക എന്ന് പറയുന്നത്, ജോയിനിങ് ഫീ എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ ആ 800 രൂപ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ 1,80,00,000 ആൾക്കാരിൽ നിന്ന് 800 രൂപ പിരിച്ചിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ ഉണ്ടാവേണ്ടിയിരുന്ന തുക എന്ന് പറയുന്നത് 1,440 കോടി രൂപയാണ്. 1,440 കോടി രൂപ. ഇതിന് ശേഷം 800 രൂപയ്ക്ക് ശേഷം ഇവർക്ക് 10,000-ൻ്റെ ഡിജിറ്റൽ ഐഡികൾ ഉണ്ടായിരുന്നു, 20,000-ൻ്റെ ക്രിപ്റ്റോ പാക്കേജ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 1000-ഓളം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത HROTTയുടെ 5 ലക്ഷത്തിൻ്റെ ബോണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 1,440 നിന്ന് കുറച്ചും കൂടി പൈസ കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കണക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 2,000 കോടി രൂപ. ഇവരുടെ ഇന്ത്യയിലും വിദേശത്തും ഒക്കെയുള്ള ബാങ്കിൻ്റെ ബാലൻസ് ഒന്ന് കാണിച്ചു തരാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിനീതമായിട്ടുള്ള ചോദ്യം. എങ്കിൽ അദ്ദേഹം ഈ തട്ടിപ്പിനെ പുറത്ത് കാണിക്കുന്നതിൽ നിന്ന്, എക്സ്പോസ് ചെയ്തതിൽ നിന്ന് പിന്മാറാമെന്നുള്ള വാക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാൻ ധൈര്യമില്ലാത്ത ഒരു കമ്പനിയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കമൻ്റിടും എന്നല്ലാതെ ഇവർക്ക് നട്ടല്ലോ വെല്ലുവിളികളോ ഇവർക്ക് പരിചയമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സോ ബാലൻസ് ഷീറ്റോ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവർ കാണിക്കാതെ ഇവർ സർക്കുലറുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത്. ദിവസം പ്രതി സർക്കുലറാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സർക്കുലർക്കും 2 ദിവസത്തെ ആയുസാണ് ഇവർ കൽപ്പിക്കുന്നത്. അടുത്ത ദിവസം അതിനെ മാറ്റി പറയും എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ധൈര്യമുണ്ടോ ഇവരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളിൽ ഇത്ര തുകയുണ്ട്, അത് നമ്മുടെ 1,80,00,000 ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ മാത്രം, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ മാത്രമുള്ള സംഖ്യ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ പറയണം ഏതൊക്കെ പ്രവർത്തികൾക്ക്, ഏതൊക്കെ രാജ്യത്തേക്ക്, ഏതൊക്കെ വിധത്തിൽ ഇവർ പണം കടത്തിയിട്ടുണ്ട് എന്ന്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒളിച്ചു കളിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കോടതി ഇത്രയും വ്യക്തമാക്കി പറഞ്ഞ കോടതി ഉത്തരവിനെ വരെ വളച്ചൊടിച്ച് ആൾക്കാരെ വീണ്ടും വീണ്ടും വിഡ്ഢിയാക്കുന്നത് കൊണ്ട് തന്നെയാണ്, വിഡ്ഢിയാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേർ നിങ്ങളുടെ 800 രൂപയുടെ മണി ചെയിൻ പോലും ഉപേക്ഷിച്ചത്. അവർക്ക് ലഭിക്കുമായിരുന്ന ഒരുപാട് കമ്മീഷനുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഈ കമ്പനിയുമായി സഹകരിക്കാതെ ഈ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോയത്
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ സാമ്പത്തിക ക്രമക്കേടാണ്, അത് ഈ സമൂഹത്തിന് നല്ലതല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് അവരൊക്കെ ആ വഴികൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഫണ്ട് നിങ്ങൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ, നിങ്ങളെ വിശ്വസിച്ച്, ദൈവങ്ങളെ പോലെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ കാശൊക്കെ കൊണ്ടുതരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ ഈ 37ഓളം വരുന്ന അക്കൗണ്ടുകളിൽ എത്ര തുക ബാക്കിയുണ്ട് എന്ന്, എത്ര തുക വിദേശത്തുണ്ട് എന്ന്, അല്ലെങ്കിൽ എത്ര തുക മറ്റ് ബാങ്കുകളിലേക്ക്, മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കാര്യമാണ്. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ മാഡം 2 സർക്കുലർ അധികം ഇറക്കും, അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് മാഡം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ മുങ്ങുന്നുണ്ടെങ്കിൽ ഈ 1,80,00,000 നിന്ന് 1,79,00,000 ആൾക്കാരെയും എടുത്തിട്ടാണ് ഇവിടെ നിന്ന് മുങ്ങുക എന്ന്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. കമ്പനി ഏതായാലും തുറക്കാൻ പറ്റാത്തത്ര കേസുകളിൽ പെട്ട് ഉഴലുകയാണ്. അപ്പോൾ 1,79,00,000, 1 ലക്ഷം ആൾക്കാർ മാറ്റുണ്ട്, 1,79,00,000 ആൾക്കാരെയും എടുത്ത് മാഡം ഈ കേരളത്തിൽ നിന്ന് മുങ്ങുന്നതായിരിക്കാം ഇനി അടുത്ത് ആലോചിക്കുന്നത്.